മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിന് അടിയന്തര സ്റ്റേ നൽകാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറക്കുന്നു. CMRL നൽകിയ അപ്പീൽ ഹർജിയിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ ഈ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയ കോടതി അതുവരെ കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് ഇഡിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ CMRL ഉടമ ശശിധരൻ കർത്തയ്ക്കും കമ്പനി ജീവനക്കാർക്കും വെള്ളിയാഴ്ച വരെ സമാധാനമായി ഉറങ്ങാൻ കോടതി വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ താൽക്കാലിക ആശ്വാസ ഉത്തരവ് ഹർജി നൽകിയ കമ്പനിക്ക് മാത്രമാണ് ബാധകമെന്നും അപ്പീലിൽ കക്ഷിയല്ലാത്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഈ സംരക്ഷണം ലഭിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയതോടെ ഇന്നും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് നീങ്ങുന്നത് പിണറായി ക്യാമ്പാണ്. കോടതി ഉത്തരവിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ വീണ വിജയനും താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ പരന്നത്. എന്നാൽ കേസിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ ഇഡിക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഡിവിഷൻ ബെഞ്ച് അടിവരയിട്ടതോടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണവുമായി നീങ്ങാൻ കേന്ദ്ര ഏജൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന അന്തിമവിധി കമ്പനിക്ക് അനുകൂലമായാൽ അത് ഭാവിയിൽ വീണയ്ക്കും വലിയ രാഷ്ട്രീയ നിയമ പരിരക്ഷയായി മാറും. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ ഇന്ന് വിശദമായ വാദം കേട്ടത്. CMRLനോട് മറ്റ് ഏജൻസികളുടെ FIR ഇല്ലാത്ത സാഹചര്യത്തിൽ ED സമൻസ് അയച്ചതും അന്വേഷണം തുടങ്ങിയതും പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ വഴി കമ്പനി വാദിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുൻപ് അന്വേഷണങ്ങൾ ആരംഭിച്ചതെന്നും പ്രതിഭാഗം കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. ഒരു പൊതു ലിസ്റ്റഡ് കമ്പനിയായ CMRLനോട് എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെടുന്നതിൽ ഇഡിക്ക് എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം അതിന്റെ വഴിക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതല്ലേ നല്ലതെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രേഖകൾ നൽകി കമ്പനിക്ക് നിരപരാധിത്വം തെളിയിച്ച് ക്ലീൻ ചീറ്റ് വാങ്ങിക്കൂടെയെന്നും കോടതി ആരാഞ്ഞു. അതേസമയം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കൃത്യമായ കുറ്റകൃത്യങ്ങൾ ഈ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന ശക്തമായ നിലപാടിലാണ് ഇഡി ഉറച്ചുനിന്നത്. IT സേവനങ്ങൾ നൽകാതെ തന്നെ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL 2 കോടിയിലധികം രൂപ കൈമാറിയത് വഴിവിട്ട നീക്കമാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ ദുരൂഹത പുറത്തുകൊണ്ടുവരാൻ ഇഡിയുടെ അന്വേഷണം അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കോടതിയിൽ വാദിച്ചു. ബാംഗ്ലൂർ ഉൾപ്പെടെ രാജ്യത്തെ 12ഓളം കേന്ദ്രങ്ങളിൽ ഇഡി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അതീവ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും ഈ രേഖകൾ ആവശ്യമെങ്കിൽ കോടതിക്ക് കൈമാറാമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയന്റെ ബാങ്ക് ഇടപാടുകൾ വിശദമായി പരിശോധിക്കാനും കമ്പനി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുമാണ് ഇഡിയുടെ നീക്കം. ഇരുപക്ഷത്തിന്റെയും ദീർഘമായ വാദപ്രതിവാദങ്ങൾ രേഖപ്പെടുത്തിയ കോടതി കേസ് വെള്ളിയാഴ്ച വിധി പറയാനായി മാറ്റിവെച്ചതോടെ രാഷ്ട്രീയ കേരളം ഇനി അന്തിമ വിധിക്കായുള്ള കാത്തിരിപ്പിലാണ്.